മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കേസിൽ നിന്നും KSRTC ഡ്രൈവറെ ഒഴിവാക്കി. KSRTC ഡ്രൈവറെ പ്രതി ചേർത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് തിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. കാർ ഓടിച്ച വിദ്യാർത്ഥി ഗൗരി ശങ്കറിനെ പ്രതിയാക്കുകയും ചെയ്തിട്ടുണ്ട്. 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത് തൊട്ടു മുൻപിലെ വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് എന്ന് കാർ ഓടിച്ച വിദ്യാർത്ഥിയുടെ മൊഴിയും പോലീസിന് കിട്ടിയിരുന്നു. മുൻപിലുണ്ടായിരുന്ന കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല. ഈ സാഹചര്യമെല്ലാം വിശകലനം ചെയ്താണ് KSRTC ഡ്രൈവറെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അപകടവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഗൗരി ശങ്കറിനെ പ്രതിയാക്കുകയും ചെയ്തു. ആലപ്പുഴ സൗത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. KSRTC ബസ് ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അപകടത്തിന് തൊട്ടു മുമ്പ് KSRTCയെ മറികടന്നെത്തിയ കാറിന്റെ തീവ്ര വെളിച്ചത്തിൽ ഗൗരി ശങ്കറിന്റെ കാഴ്ച മറഞ്ഞിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. മുൻപിലുണ്ടായിരുന്ന കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല. എതിർവശത്ത് നിന്ന് KSRTC ബസ് വരുന്നത് കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയും ചെയ്തു. വാഹനം നിയന്ത്രണം വിട്ട് വലതുവശത്തേക്ക് തെന്നി മാറിയാണ് ബസ്സിൽ ഇടിച്ചു കയറിയത് എന്നാണ് മൊഴി. 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാരുണാന്ത്യമുണ്ടായ ദേശീയപാതയിലെ കളർകോട് ജംഗ്ഷൻ നാടിനെ നടുക്കുന്ന ബ്ലാക്ക് സ്പോട്ടാണ്. ദേശീയപാതയിലെ ബൈപ്പാസ് ആരംഭിക്കുന്ന കളർകോട് ജംഗ്ഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെ തിരക്കേറിയ റോഡുകളിലൊന്നായ ചങ്ങനാശ്ശേരി റോഡിന്റെ തുടക്കമായ ചങ്ങനാശ്ശേരി ജംഗ്ഷനിലായിരുന്നു അപകടം. പുതിയ അപകടമുണ്ടായി ദിവസങ്ങളായിട്ടും ദേശീയപാത വിഭാഗം സ്ഥലം പരിശോധിക്കാനോ റോഡ് സുരക്ഷിതമാക്കാനോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സംഭവത്തിൽ അപകടത്തിൽപ്പെട്ട വാടക വാഹന ഉടമ ഷാമിൽ ഖാൻ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മൊഴി നൽകിയിരുന്നു. നോട്ടീസ് അയച്ചതിനെ തുടർന്ന് വാഹനത്തിന്റെ രേഖകളുമായി ഷാമിൽ ഖാൻ ബുധനാഴ്ച ഹാജരായി. അപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൽ ജബ്ബാറുമായുള്ള പരിചയത്തിന്റെ പേരിലാണ് വാഹനം സൗജന്യമായി വിട്ടു നൽകിയത് എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഷാമിൽ ഖാൻ. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO ഉടൻ കോടതിക്ക് റിപ്പോർട്ട് കൈമാറും. ഷാമിൽ ഖാന് നിയമവിരുദ്ധമായി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതായി മോട്ടോർ വാഹന വകുപ്പിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മുൻപാകെ മോട്ടോർ വാഹന വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ടിൽ അപകടത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വാഹനത്തിന്റെ കാലപ്പഴക്കമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതേസമയം വാഹനം ഓടിച്ച് മെഡിക്കൽ വിദ്യാർത്ഥി ഗൗരി ശങ്കറിന്റെ ലൈസൻസ് റദ്ദാക്കും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. 4 പേരുടെ നില മെച്ചപ്പെട്ടതായി പ്രത്യേകം രൂപീകരിച്ച മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആനന്ദ്, മനു, ഗൗരി ശങ്കർ, മുഹസിൻ, കൃഷ്ണദേവ് എന്നിവരുടെ നിലയാണ് മെച്ചപ്പെട്ടത്. 2 പേരെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. ഇവരെ മരുന്നുകളോട് മെച്ചപ്പെട്ട രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആൽവിൻ ജോർജിനെ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് മാറ്റിയത്. 5 പേർ മരിക്കുകയും 5 പേർക്കോളം പരിക്കേൽക്കുകയും ചെയ്ത വാഹനാപകടത്തിൽ ഗുരുതര പരിക്കുകൾ കൂടാതെ രക്ഷപ്പെട്ടത് ഷെയ്ൻ എന്ന വിദ്യാർത്ഥി മാത്രമായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന ഗൗരി ശങ്കറും കൊല്ലം ചവറ വെളുത്തെടുത്ത് മക്കത്തിൽ മുഹസിനും ചികിത്സയിൽ തുടരുകയാണ്. പരിക്കേറ്റിട്ടില്ല എങ്കിലും കടുത്ത മാനസികാഘാതം നേരിട്ട തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഇന്നലെ മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു.